10-ാം ദിവസമാണ്. ഇന്ന് രാവിലെ സ്ലീപ്പൊക്കെ ഒന്ന് ഇറങ്ങി ഞാൻ നേരെ പോകുന്ന യാത്രക്കൊക്കെയാണ്. കാഴ്ചകളൊക്കെ നല്ല മനോഹരമാണ്. മഹത്തായ ഗംഗപൂർണ്ണ, അന്നപൂർണ്ണ 3 ആ ഭാഗത്ത് എവിടെയാണ്. ഇതിനപ്പുറത്ത് സൈഡിലായിട്ടാണ് അന്നപൂർണ്ണ 3 ആ നിൽക്കുന്നതെന്ന് തോന്നുന്നു. അതിനുശേഷം അവിടെ ഒരു വലിയൊരു പീക്കപ്പ് ഉണ്ട്, മഹേന്ദ്ര പീക്ക് എന്ന് മറ്റാണ് അതിൻ്റെ പേര്. ഒരു പ്രത്യേക ഫീലാണ് ഈ സോളോയ്ക്ക്. ഇങ്ങനെ വാണ്ടടിച്ച് ഇങ്ങനെ കറങ്ങി നടക്കും ഹിമാലയാസ്. ഇനി അങ്ങോട്ട് പോകാണ്ട്. ഇത് കഴിഞ്ഞ് അടുത്ത മലയും കയറാനുണ്ട്. അടുത്തൊരു പാറ തലയ്ക്ക് വീഴുന്നതിന് മുമ്പ് ഞാൻ നൈസായിട്ട് അങ്ങ് അപ്പുറത്തെത്തട്ടെ.
മണിക്കൂർ ബാക്കിയുണ്ട്. നല്ല കയറ്റോ, കല്ലിച്ചോട്ടി കയറുന്ന നടക്കുമല്ല, മഞ്ഞ് ചവിട്ടി കയറാൻ നല്ല ബുദ്ധിമുട്ടാണ്. ചവിട്ടിയിട്ടും പോകുന്നില്ല. തുറമുള പാസിന് അടുത്തെത്താറായി, കുറച്ചുകൂടെ ഉണ്ട്. എന്നാലും എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് അടുത്തെത്താറായിട്ടും തോന്നുന്നു. നല്ല കാറ്റ് തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ തിരിച്ചു ലേക്കിൽ നിന്ന് തിരിച്ചിറങ്ങാനുള്ള മെയിൻ കാരണം ഈ കാറ്റായിരുന്നു. ഏകദേശം ഒരു 10 മണി 11 മണിയാകുമ്പോൾ ഇവിടെ കാറ്റ് തുടങ്ങും. അപ്പോൾ അത് കാരണം പിന്നെ അതിന് ശേഷം നല്ല തണുപ്പുമായിരിക്കും. സേഫ് അല്ല ഇവിടെ നിൽക്കുന്നത്. അപ്പോൾ ഈ കാറ്റ് നല്ല സ്ട്രോങ് ആവുന്നതിന് മുന്നേ എനിക്ക് ഇവിടുന്ന് താഴോട്ട് അപ്പുറത്തെ സൈഡിൽ ഇറങ്ങണം. അതേ ഇവിടുന്ന് ചുഴലി കണക്കൊക്കെ അടിച്ച് കറങ്ങി പോകുന്നുണ്ട് കാറ്റ്. അവിടെ നിന്നാണ് ഞാൻ കയറി വന്നത്. നല്ല കഠിനമായ ട്രക്ക് തന്നെ. അന്നപൂർണ്ണയാണ് ആ നോക്കി നിൽക്കുന്നത്, നമ്മുടെ നോക്കി തിളങ്ങി നിൽക്കുന്നുണ്ടോ. എനിക്ക് ബ്രീത്തിങ്ങിന് നല്ല ഇഷ്യൂ ഉണ്ട്. ഒരു 10 സ്റ്റെപ്പ് വെച്ചിട്ട് നിന്ന് നല്ല രീതിയിൽ ബ്രീത്ത് ചെയ്തതിന് ശേഷമാണ് പിന്നെ കണ്ടിന്യൂ ചെയ്യുന്നത്. അതുകൊണ്ട് വളരെ സ്ലോ ആണ്. നന്നായിട്ട് അറിയാൻ പറ്റുന്നുണ്ട്, എനിക്കത് ഫീൽ ചെയ്യുന്നുണ്ട് ഓക്സിജൻ്റെ ലെവൽ കുറഞ്ഞത്. എനിക്ക് എത്രയും പെട്ടെന്ന് അപ്പുറത്തെ സൈഡിൽ ഇറങ്ങണം. പാസ് ചെയ്ത് അപ്പുറത്ത് ഇറങ്ങിയെങ്കിൽ മാത്രമേ സേഫായിട്ടെന്ന് പറയാൻ പറ്റൂ. അതല്ലെങ്കിൽ നല്ല സ്നോ സ്റ്റോം മറ്റും വന്നു കഴിഞ്ഞാൽ ഞാൻ പെടും. ഇപ്പം തന്നെ ഒരുവിധം കുറച്ചൊക്കെ കാണാം, പക്ഷെ ചില സ്ഥലങ്ങളിൽ സ്റ്റോം അടിച്ച് മഞ്ഞ് വന്ന് മൂടിയിട്ട് എനിക്ക് പാത്ത് കാണാൻ പറ്റില്ല. ഇത് രാവിലെ പോയ ആൾക്കാരുടെയും പിന്നെ കുതിരകളെയും കൊണ്ട് പോയ ആൾക്കാരുടെയും പോർട്ടർമാരും ഹോഴ്സിൻ്റെ മേളിൽ ലഗേജൊക്കെ കൊണ്ടുവന്നവരുണ്ട്. അങ്ങനെ പോയ ആൾക്കാരുടെ ട്രെയിലാണ് ഈ കാണുന്നത്. കുതിരയുടെ കുളമ്പിൻ്റെ പാടൊക്കെ കാണാം ഇവിടെ. എനിവേ കണ്ടിന്യൂ ചെയ്യാണ്. അവിടെ നിന്ന് കാറ്റടിച്ച് ഫുള്ള് ഇളകി വരുന്നുണ്ട്. എനിക്ക് എത്രയും പെട്ടെന്ന് അപ്പുറത്തിറങ്ങണം. ഇവിടെ ഒരുപാട് സംസാരിക്കാൻ പറ്റില്ല. അതെ, എൻ്റെ മക്കളെ അങ്ങനെ എത്തി. തുറങ്കള പാസ് 5400 മീറ്റർ. എന്താ പറയണമെന്നില്ല.
സോ അങ്ങനെ 11ാം ദിവസത്തെ പരിപാടി അവസാനിക്കുകയാണ്. ഞാനിപ്പോൾ മുക്തിനാഥ് എത്തി കേട്ടോ. മുക്തിനാഥ് ടെമ്പിളാണിത്. നമ്മൾ സ്നാനം ചെയ്യുന്ന അല്ലെങ്കിൽ മറ്റേ തീർത്ഥം വരുന്ന വെള്ളത്തിൻ്റെയൊക്കെ സൈഡ് അപ്പുറത്താണ്. അമ്പലത്തിൻ്റെ സൈഡിലായിട്ട് ആ സൈഡിൽ നിന്ന് തുടങ്ങി കംപ്ലീറ്റ് റൗണ്ടിൽ ഈ സൈഡ് വരാണ്. ഇതാണ് അമ്പലം. ഞാൻ ബാക്ക് പാക്കൊക്കെ കൊണ്ടുവന്ന് ഇറക്കി വെച്ച് എൻ്റെ മുന്നിൽ കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. അവരിൻ്റെ ബാഗ് കൊണ്ടിറക്കി. അവർ കുറച്ചും കൂടെ നടക്കാൻ വേണ്ടി അവരിവിടെ ഗൈഡുണ്ട്. അപ്പോൾ അവർ നടന്ന് കറങ്ങി കാണാൻ വേണ്ടി പോയി. ഞാൻ പിന്നെ ഇവിടെ കുറച്ച് ഇരിക്കാമെന്ന് കരുതി. അമ്പലം പരിസരവും പിന്നെ രാവിലെ ഇറങ്ങിയതിൻ്റെ ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് കുറച്ച് നേരം ഒന്ന് ഇരുന്ന്. ഷോൾഡറൊക്കെ നല്ല വേദനയുണ്ട്. മെയിനായിട്ട് കയറുമ്പോഴുള്ള വേദനയല്ല, തിരിച്ച് ഈ സ്ലോപ്പ് താഴോട്ട് ഇറങ്ങുന്ന സമയത്ത് നമ്മൾ ഓരോ സ്റ്റെപ്പ് വെക്കുമ്പോഴും ബാഗിൻ്റെ സ്ട്രാപ്പ് വന്നിങ്ങനെ ഷോൾഡറിൽ അതൊരിത്തിരി പെയിൻഫുള്ളാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഇതുണ്ട്. എന്തായാലും കുറച്ച് നേരം ഇവിടെ നിന്ന് റെസ്റ്റ് എടുത്തിട്ട് ഒരു അക്കോമഡേഷൻ തപ്പി ഇന്നിവിടെ സ്റ്റേ ചെയ്യാണ്. നാളെ വന്ന് ഇവിടെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ, അല്ലെങ്കിൽ വന്ന് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാമെന്ന് കരുതുന്നു. കാരണം ഇന്നിപ്പോൾ ഞാൻ ആകെ ടയേർഡാണ്, ആകെ ഡേർട്ടിയാണ് ക്ലോത്ത്സൊക്കെ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പുറത്ത് ഇരിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ അകത്തോട്ടൊക്കെ ഒന്ന് കയറണമെങ്കിൽ അല്ലെങ്കിൽ ഒന്ന് കറങ്ങി അകത്തൊക്കെ ഒന്ന് കാണണമെന്നുണ്ടെങ്കിൽ നമ്മളെന്തായാലും അതിൻ്റെ ഒരു റെസ്പെക്റ്റ് കാണിക്കണമല്ലോ തീർച്ചയായിട്ടും.